ഏകദേശം ഒരു 5 മില്യൺ ഇന്ത്യൻ ഒറിജിൻ വംശജരാണ് അമേരിക്കയിൽ കഴിയുന്നത്. അത് പല മേഖലകളിലായിട്ടും പല സംസ്ഥാനങ്ങളിലായിട്ടും. എന്നാൽ കോർ ഓഫ് ദ കോർ അമേരിക്കൻ കമ്മ്യൂണിറ്റിയുടെ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, സയൻറ്റിസ്റ്റ്, IT പ്രൊഫഷണൽസ് തൊട്ട് ജേർണലിസ്റ്റ്, രാഷ്ട്രീയം, ഇപ്പോൾ വലിയ വലിയ രാഷ്ട്രീയക്കാർ, കോൺഗ്രസ്മാൻമാരൊക്കെ ഇന്ത്യൻ വംശജരായിട്ട് ഇന്ന് അമേരിക്കയിൽ ഉണ്ട്. 2 പാർട്ടിയിലും, ഡെമോക്രാറ്റിക് പാർട്ടിയിലും ഉണ്ട്, റിപ്പബ്ലിക്കൻ പാർട്ടിയിലും. ഇന്നലെ ഈ കഴിഞ്ഞ ദിവസം ട്രംപ് ദീപാവലി സന്ദേശത്തോടൊപ്പം അദ്ദേഹം വൈറ്റ് ഹൗസിലെ ഓവൽ ഓഫീസിലേക്ക് കടന്നു വരുന്ന സമയത്ത് അവിടെ നിന്നിരുന്ന കാഷ് പട്ടേൽ, FBI ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഹയർ റാങ്കിങ് ആയിട്ടുള്ള ഒരു വലിയൊരു പൊസിഷനാണ്. അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന മറ്റു വ്യക്തിത്വങ്ങൾ എന്ന് പറഞ്ഞാൽ സന്താനു നാരായണൻ, IBM-ന്റെ, അഡോബി, ഓരോരുത്തരുടെ പേരെടുത്ത് ഇതായിരുന്നു. പിന്നെ ഡയറക്ടർ ഓഫ് ദ നാഷണൽ ഇന്റലിജൻസ്, അമേരിക്കയുടെ ഈ സുരക്ഷയുടെ വലിയൊരു ചുക്കാൻ പിടിക്കുന്ന തുളസി ഗബാർഡ്, അവര് ഹവായിൽ നിന്നുള്ളൊരു പൊളിറ്റീഷ്യനാണ്, അവരുണ്ടായിരുന്നു. പിന്നെ ഈ ഹർമീത് ദിലൻ, അവര് റിപ്പബ്ലിക്കൻ ചാനലിനോടൊപ്പം ഫോക്സ് ന്യൂസ് ചാനലിലൊക്കെ വരാറുണ്ട്. അവർക്കും ഒരു പൊസിഷൻ, വലിയൊരു പൊസിഷൻ അമേരിക്കൻ ഭരണകൂടത്തിലുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാരുടെ ഇടയിൽ വെച്ചിട്ടാണ് ട്രംപ് ദീപാവലി ആഘോഷം നടത്തിയത്. ഒപ്പം വിനയ് കത്തിയാർ എന്ന ഇന്ത്യൻ അംബാസിഡർ വളരെ ബഹുമാനത്തോടു കൂടിയാണ്. കാരണം ഈ പടലപ്പിണക്കങ്ങൾക്കിടയിൽ ഇന്ത്യൻ സമൂഹത്തിനും ഒപ്പം ഇന്ത്യ എന്ന രാജ്യത്തിനും തന്നെ ഒരു ആശങ്കയിൽ നിന്നും ഒരു ഇത് നൽകുന്ന രീതിയിലായിരുന്നു ആ ഒരു അദ്ദേഹത്തിന്റെ ഒരു വിളക്ക് തെളിയിക്കലും ഈ അന്ധകാരത്തെ കീഴ്പ്പെടുത്തി പ്രകാശം വരുന്ന ആഘോഷമായ ദീപാവലി ഞാൻ ആഘോഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞൊരു വലിയ മെസ്സേജ് വായിച്ച് അതിനെപ്പറ്റി വലിയ കാര്യത്തിലാവും. ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഇന്ന് രാവിലെ ഇവിടെ വരുന്നതിന് മുമ്പ് നിങ്ങളുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് സംസാരിച്ചു, ഞങ്ങൾ ട്രേഡ് സംസാരിച്ചു. നമുക്കറിയാം 16% ഇവർ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഒരുപക്ഷെ വലിയൊരു മുന്നേറ്റം തന്നെ, അതായത് അമേരിക്കയ്ക്കും അത് ഗുണം ചെയ്യും. 16% ഇന്ത്യയിൽ നിന്ന് വരുന്ന എല്ലാ വസ്തുക്കൾക്കും 16% കൂടുതൽ ടാക്സ് ലഭിക്കാൻ പോവാണ്. ട്രംപിന്റെ സ്വപ്നം, അതായത് ട്രംപ് അത് നേടിക്കഴിഞ്ഞു എന്നാണ് പറയുന്നത്. $17 ട്രില്യൺ ഈ വക താരിഫിൽ നിന്ന്, ലോകത്തിൽ നിന്ന് വരുന്ന സാധനങ്ങൾക്ക് ടാക്സ് കണക്കാക്കി ഈ അമേരിക്ക അത് നേടും, അത്രയും പണം സമ്പാദിക്കുമെന്നാണ്, അവർക്ക് GDP-യിൽ മാറ്റം വരുത്തുമെന്നാണ് ട്രംപിന്റെ ആഹ്വാനം. അപ്പൊ ദീപാവലി ആഘോഷം എല്ലാ ഇന്ത്യക്കാർക്കും ദീപാവലിയുടെ ആശംസകൾ നേർന്നുകൊണ്ട് ട്രംപ് നൽകിയിരിക്കുന്ന ആ ഒരു സന്ദേശം വളരെ അധികം നമുക്കൊക്കെ പ്രതീക്ഷ നൽകുന്ന ഒരു ഇതാണ്. അദ്ദേഹത്തിന്റെ മുമ്പുണ്ടായിരുന്ന, അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഇന്ത്യ, മോഡിയും ട്രംപുമായിട്ടുണ്ടായിരുന്ന പടലപ്പണങ്ങളൊക്കെ മാറിയിരിക്കുന്നു. എല്ലാം ഈ ദീപാവലിയുടെ അവസരത്തിൽ വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു സന്ദേശമാണ് ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുന്നത്.